നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിന്റ് റൈസ് തയ്യാറാക്കിയാലോ? കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം ചുമന്നുള്ളി, അതായത് ഒരു 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 അല്ലി ചുമന്നുള്ളി വലുതാണ് എടുത്തേക്കുന്നത്. അതിന് പകരം ഒരു വലിയ സവോള എടുത്താലും മതി. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത്രയും നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മിന്റ് റൈസിലേക്ക് വേണ്ട മെയിൻ ഒരു സംഭവം, ആ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ, വലിയ ടീസ്പൂൺ അളവില് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗ്രീൻ പേസ്റ്റ് ഉണ്ടല്ലോ, അരച്ച് വെച്ചേക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ പേസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും. അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അതായത് നമ്മൾ എടുത്തേക്കുന്ന റൈസ് ഉണ്ടല്ലോ, 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ കൈമ റൈസ് ആണ് എടുത്തേക്കുന്നത്. അതിന് 1 കപ്പിന് 2 കപ്പ് എന്ന നിലയ്ക്ക് ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. 6 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കൈമ റൈസ് ആണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ കഴുകി വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വാല വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അരിയും അതുപോലെ നമ്മൾ വഴറ്റിയ മസാലയൊക്കെ ഉണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. 1 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അളന്ന് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടി തട്ടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ സ്ക്യൂസ് ചെയ്ത്, അതായത് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ റൈസ് ഒന്ന് തിളച്ചോട്ടെ. ഇപ്പൊ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിൽ വരുത്തിയതിനു ശേഷം ആ പ്രഷറൊക്കെ കഴിയുമ്പോൾ തുറന്നു നോക്കാം. അപ്പോഴേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മിന്റ് റൈസ് റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ റൈസ് ഇവിടെ ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ കളഞ്ഞ് തുറന്നു നോക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലിട്ട് ഇളക്കരുത്, ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിന്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.